ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ കൂടെ ചെയ്യാൻ പോകുന്നത് റിപ്പബ്ലിക് ഡേയുടെ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രാഫ്റ്റാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിപ്പം ആദ്യം ഇതുപോലത്തെ ഒരു ഗ്രീൻ കളർ പേപ്പറിൽ നിന്ന് ഇതുപോലെ ഒരു സർക്കിൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇങ്ങനെ പകുതി മാത്രമായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ കാണുന്നത് പോലെ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോഴേക്കും കുറച്ചൊക്കെ മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ കണ്ട് ഈ ഒരു രീതിയിൽ നമുക്ക് കിട്ടും. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഈ ഒരു ഭാഗം ഒന്നുകൂടി ഒന്ന് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഭാഗം പിന്നെ ഫെവിക്കോൾ ഇവിടെ ഒരു ഭാഗത്തായിട്ട് ഇവിടെയും പിന്നെ ഇവിടെയും കൂടെ ഇതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുമ്പോൾ നല്ലവണ്ണം പ്രസ് ചെയ്ത് ഒട്ടിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇപ്പോൾ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ ഗ്രീൻ കളർ പേപ്പറിൽ 3 എണ്ണം ഉണ്ടാക്കണം, പിന്നെ ഓറഞ്ചിൽ 3 എണ്ണം, പിന്നെ വൈറ്റിൽ 2 എണ്ണം ഉണ്ടാക്കണം. എന്നിട്ട് നമുക്ക് ഈ ഓറഞ്ചിൻ്റെ ഈ ഒരു ഭാഗത്ത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് വേറൊരു ഓറഞ്ചും കൂടെ എടുത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാം നമുക്ക് ഇതുപോലെ തന്നെ ഒട്ടിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് ഈ 3 എണ്ണം ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. അതിന് ശേഷം ഒരു വൈറ്റ് ഒട്ടിക്കണം, പിന്നെ ബാക്കി ഗ്രീൻ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് ഒരു വൈറ്റും കൂടെ ഒട്ടിച്ച് കഴിഞ്ഞ് ഫുള്ളായിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. അങ്ങനെയാണ് ഇത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ ഞാൻ ഇത്രയും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഈ ഒരു വൈറ്റും കൂടെ നമുക്ക് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ കണ്ടോ, എല്ലാം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് കിട്ടും. എന്നിട്ട് നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അറ്റത്ത് ഇവിടെ കുറച്ച് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ടോട്ടലി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി ഞാൻ അടുത്തതായിട്ട് ഇതുപോലെ ഒരു കുഞ്ഞ് സർക്കിൾ വൈറ്റ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒരു ബ്ലൂ മാർക്കർ വെച്ചിട്ട് ഈ കാണുന്ന രീതിയിൽ നമുക്ക് അശോക ചക്രം വരച്ചു കൊടുക്കാം. നിങ്ങൾക്ക് ബ്ലൂ സ്കെച്ചോ അല്ലെങ്കിൽ ബ്ലൂ കളർ പേപ്പറൊക്കെ യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഞാൻ ഫുള്ളായിട്ട് വരച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ ഇരിക്കും. ഇനി നമുക്ക് ഇതിൻ്റെ പുറകിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നടുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതുപോലെ 3 സ്ട്രിപ്പ് എടുക്കണം. അപ്പോൾ വൈറ്റും ഓറഞ്ചും പിന്നെ ഗ്രീനുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുപോലെ എന്നിട്ട് നമുക്ക് ഇത് 3 കൂടെ പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് 3 എണ്ണത്തിൽ അങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫെവിക്കോൾ എടുക്കാം. എന്നിട്ട് 3 എണ്ണം കൂടെ ചേർത്ത് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാം. വൈറ്റിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഓറഞ്ചും പിന്നെ വൈറ്റിൻ്റെ അടുത്ത റൈറ്റ് സൈഡിൽ ഗ്രീനുമാണ് ഞാൻ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. നമുക്ക് അതിൻ്റെ മേലും കൂടി ഇത് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതിങ്ങനെ ടോട്ടലി ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രാഫ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളൊരു റിപ്പബ്ലിക് ഡേ ബാഡ്ജാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്കൊരു ഡെക്കറേഷൻ പോലെ വെക്കാനായിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. ഭയങ്കര സിമ്പിളാണ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതെല്ലാം ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും എന്തെങ്കിലും ഡൗട്ട്സും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇതിൽ നല്ലൊരു ക്രാഫ്റ്റായിട്ട് കാണുന്നവരെ ബൈ. താങ്ക് യു.